ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ ഇത് പുതിയ ഐറ്റം ഒന്നുമില്ല, പഴയ ഐറ്റമാണ്. പഴയ ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയുന്ന നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്താൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിതാ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ 2 പീസ് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. വെള്ളം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല വലിപ്പമുള്ള ഒരു പഴം എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ എടുത്ത പഴം അത്ര പഴുത്തിട്ടില്ല. അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പം നല്ലതാട്ടോ. അപ്പോൾ ഞാനിത് ആ പഴം നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ചെറിയ ചെറിയ പീസ് ഉണ്ടാകുന്ന രീതിക്ക് വേണം നമ്മളത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാറ് ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പത്തിരിപ്പൊടി ഒരു 1/4 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 ഏലക്കായ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് മൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടോടെ ഒഴിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം പൊടികൾ അങ്ങ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഈ ഒരു വെള്ളം മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാട്ടോ ഇത് വേണ്ടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് ടൈറ്റായിട്ട് വന്നോളൂ കേട്ടോ ഒന്നും കൂടിയും. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങയും കൊണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുറച്ച് മാവായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതിന് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. സ്പൂണിൽ കുറച്ചായിട്ട് കോരിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ. അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം കളറങ്ങ് മാറിപ്പോവും. പക്ഷേ ഉള്ളൊട്ടും വെന്ത് കിട്ടിയില്ല കേട്ടോ. ഇനി നന്നായിട്ട് പൊങ്ങി വന്ന് ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരുന്നതിന് ശേഷം മാത്രം എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് നന്നായിട്ട് കളറും മാറി നന്നായിട്ട് പൊങ്ങി വരുന്നത് ഈ ഒരു രീതിക്ക് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവുന്നു. പക്ഷെ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്ത് കഴിക്കുന്ന സമയം കേട്ടോ തിരിയാൻ. ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതാ നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായക്കടയിലെ താറായിട്ടുള്ള ഉണ്ടപ്പുരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.